നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ ഡയാലിസിസ് സെന്റർ സേവനങ്ങളുടെ 4 വർഷം പൂർത്തിയാക്കി. 2021 ആൽഫ ഡയാലിസിസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചത്. വൃക്കകൾ രണ്ടും പ്രവർത്തനരഹിതമായവർക്കുള്ള പാലിയേറ്റീവ് പരിചരണമായി ഡയാലിസിസിനെ ആൽഫ കാണുന്നു. 32 മെഷീനുകളിൽ ദിവസവും 3 ഷിഫ്റ്റുകളിലായി 100ഓളം പേർക്കാണ് ആൽഫ സൗജന്യ ഡയാലിസിസ് നൽകുന്നത്. ഇതിനു പുറമെ യാത്ര ചെയ്യാൻ 2 ടെമ്പോ ട്രാവലർ വാഹനങ്ങളും ഒപ്പം മരുന്നുകളുടെയും പരിശോധനകളുടെയും പിന്തുണ ആൽഫ ഡയാലിസിസ് സെന്റർ നൽകുന്നു. 78,370 സൗജന്യ ഡയാലിസിസുകളാണ് 4 വർഷത്തിനുള്ളിൽ നൽകിയതെന്ന് ഡയാലിസിസ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ഭാരവാഹികളായ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PF ജോയ്, സെക്രട്ടറി PK ജയരാജൻ, ട്രഷറർ MK രാജീവ് എന്നിവർ അറിയിച്ചു. ഈ സേവനങ്ങൾ നൽകാൻ സഹായിച്ച ഡയാലിസിസ് രക്ഷാധികാരികൾ, പ്രതിമാസ ഡയാലിസിസ് സ്പോൺസർഷിപ്പ് നൽകുന്ന ഹാപ്പിനെസ് ക്ലബ് അംഗങ്ങൾ, സർവോപരി ആൽഫ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെയർമാൻ, ട്രസ്റ്റിമാർ എന്നിവർക്കെല്ലാം എക്സിക്യൂട്ടീവ് കൗൺസിൽ നന്ദി അറിയിച്ചു. ഡയാലിസിസ് സൂപ്പർവൈസർ ജിതിൻ ജോർജിന്റെ നേതൃത്വത്തിൽ 21 ഡയാലിസിസ് ടെക്നീഷ്യന്മാരും നഴ്സുമാരുമുള്ള മെഡിക്കൽ ടീമാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ആൽഫയുടെ വിവിധ സെന്ററുകളിലെ ഡോക്ടർമാർ, ഫിസിയോതെറാപ്പിസ്റ്റുമാർ, നഴ്സിംഗ് സൂപ്പർവൈസർമാർ, ആൽഫ തറവാട്ടിലെ പ്രധാന ചുമതലകൾ വഹിക്കുന്നവർ എന്നിവരുടെ പ്രത്യേക യോഗം എടമുട്ടം ഹോസ്പീസിൽ നടന്നു. ആൽഫ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളെക്കുറിച്ചും സേവനങ്ങളുടെ ഗുണമേന്മ ഉയർത്തുന്നതിനെക്കുറിച്ചും ദിവസം മുഴുവൻ നീണ്ട ചർച്ചകൾ നടന്നു. ചെയർമാൻ KM നൂറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജോസ് ബാബു, കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ, ഡോക്ടർ രേവതി ജെ രാജൻ, വിഷൻ 2030 സ്റ്റേറ്റ് കോർഡിനേറ്റർ അംജിത് കുമാർ, SAPC സ്റ്റേറ്റ് കോർഡിനേറ്റർ വിജിൻ വിൽസൺ തുടങ്ങിയവർ ചർച്ചകൾക്ക് നേതൃത്വം നൽകി. ആൽഫ തളിക്കുളം സെന്ററിൽ പ്രതിമാസ അവലോകന യോഗം ചേർന്നു. സെന്റർ പ്രസിഡന്റ് ഷാജി ചാലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. സെന്ററിന്റെ വിവിധ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ടുകൾ യോഗത്തിൽ അവതരിപ്പിച്ചു. ഗവേണിംഗ് കൗൺസിൽ അംഗം ഇന്ദിര ശിവരാമൻ, സീനിയർ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർ ഫാബിൻ ബേബി, സെക്രട്ടറി വ്യാസബാബു, ഷെരീഫ് മാസ്റ്റർ, ട്രഷറർ തങ്കമ്മ ഡേവിസ് എന്നിവർ സംസാരിച്ചു. ഇടുക്കി ജില്ലയിൽ സ്റ്റുഡൻസ് അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയറിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. തൊടുപുഴ കോപ്പറേറ്റീവ് ലോ കോളേജിൽ നടത്തിയ ക്ലാസിന് കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർ ലിഡ സിറിയക്, ഷെറിൻ, അപ്സര എന്നിവർ നേതൃത്വം നൽകി. 97 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.